ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബിഗ് ലേണിംഗ്. ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 നമ്മുടെ റെയിൽവേ RRB NDPC എക്സാമിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ലാസ്റ്റ് ഇയർ NDPC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഹിസ്റ്ററി ആയിട്ട് പറയുകയാണെങ്കിൽ ഹിസ്റ്ററിക്ക് തന്നെ മെയിൻലി 3 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഏൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, ഇങ്ങനെ 3 പാർട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് ഈ 3 പാർട്ടിൽ നിന്നും നമുക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, സോ നമ്മൾ വൃത്തിക്ക് ഒരു വ്യക്തമായ രീതിയിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഏത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പോയാലോ, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ പാറ്റേണിലാണ് കഴിഞ്ഞ NDPC എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയേഴ്സ് വാസ് ദി ദിവാനി ഓഫ് ബംഗാൾ ട്രാൻസ്ഫേർഡ് ടു ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഏതു വർഷമാണ് ബംഗാളിന്റെ ദിവാനി, ഈ ദിവാനി എന്താന്ന് വെച്ചാൽ ബംഗാളിന്റെ ലാൻഡ് ടാക്സിനെയാണ് നമ്മൾ ദിവാനി എന്ന് പറയുന്നത് കേട്ടാ. അതിന്റെ കളക്ഷൻ അല്ലെ, അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ട്രാൻസ്ഫേർഡ് ചെയ്ത് കൊടുത്ത വർഷം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ആക്ച്വലി ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ ബംഗാൾ എന്ന സ്ഥലം എഴുതി കൊടുത്തത് ഒരു ട്രീറ്റിയിലൂടെയാണ്. ആ ട്രീറ്റിയുടെ പേരാണ് ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയും. അലഹബാദ് സന്ധി 1765. ഈ ട്രീറ്റിയിലൂടെയാണ് ഈ ബംഗാൾ എന്ന സ്ഥലം ആർക്ക് കൈമാറുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറിയത്. ഇതന്ന് ഒപ്പുവെച്ചത് നമ്മുടെ മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമനും നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു ഇത് ഒപ്പുവെച്ചത്. ഏത് വർഷം? 1765. ഈ സന്ധിയെ തുടർന്നാണ് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഏത് സ്ഥലം കൈമാറുന്നത്? ബംഗാൾ എന്ന സ്ഥലം. അന്ന് മുതലാണ് ബംഗാൾ എന്ന സ്ഥലം ആര് ഭരിക്കാൻ തുടങ്ങിയത്? നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അന്ന് മുതലാണ് ബംഗാളിന്റെ ലാൻഡ് ടാക്സ് ആയ ദിവാനി ആര് കളക്ട് ചെയ്ത് തുടങ്ങിയത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സോ ആൻസർ ഏതാ? ആൻസർ 1765. നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോന്ന്? യെസ് ഉണ്ടല്ലേ, ഓപ്ഷൻ സി 1765 ആൻസർ. ഇനി ഈ ട്രീറ്റിക്ക് കാരണമായ ഒരു യുദ്ധമുണ്ട് അല്ലെ, അതേത് യുദ്ധം എന്നറിയോ? ഈ ട്രീറ്റിക്ക് കാരണമായ ഒരു യുദ്ധമാണ് 1764 1764 ബക്സാർ യുദ്ധം. നമ്മുടെ ഹിസ്റ്ററിയിലത്തെ ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന 2 യുദ്ധങ്ങളാണ്. ഒന്ന് പ്ലാസി യുദ്ധവും അതുപോലെ തന്നെ മറ്റൊന്ന് ബക്സാർ യുദ്ധവും. ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സാർ. പ്ലാസി ഏത് വർഷമാ? പ്ലാസി വരുന്നത് 1757 1757 ഏത് യുദ്ധം? പ്ലാസി. ബക്സാർ പറഞ്ഞതോ 1764 1764 ഈ ട്രീറ്റ് വരുന്നത്, ബക്സാർ വരുന്നത്. സോ ആ ബക്സാർ യുദ്ധത്തെ തുടർന്ന് വരുന്ന ട്രീറ്റിയാണ് ഈ ട്രീറ്റി ഓഫ് അലഹബാദ്. ഏത് വർഷം? 1765 എന്ന് പറയുന്നു. സോ ആൻസർ 1765 ആണ്. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയല്ലോ. രണ്ടാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദി ഫോളോയിങ് എംപയർ വാസ് ഫൗണ്ടഡ് ബൈ ഹരിഹര ആൻഡ് ബുക്ക ഇൻ 1336? 1336. ആ വർഷം ഒന്ന് കൃത്യമായും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഡൈനാസ്റ്റികൾ രൂപീകരിക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട് ഏത് വർഷമാണ് രൂപീകരിച്ചതെന്ന്. കാരണം നമുക്കറിയാം ഇതിപ്പോ ക്വസ്റ്റ്യൻ അതാണല്ലേ, ഏത് ഡൈനാസ്റ്റി നമ്മുടെ ചോദ്യം അല്ലേ. ഈ ഹരിഹരനും ബുക്കനും വരുന്നത് ഏത് ഡൈനാസ്റ്റിയിലാടാ? ഓപ്ഷൻ സി വിജയനഗര സാമ്രാജ്യം അല്ലെ, വിജയനഗര എംപയർ അല്ലെ. സോ വിജയനഗര സാമ്രാജ്യം രൂപീകരിച്ച വർഷം ഏത് വർഷം? 1336. 1336 വിജയനഗര ഡൈനാസ്റ്റി രൂപീകരിച്ചത്. ആരാ സ്ഥാപകൻ? സ്ഥാപകൻ പറഞ്ഞ 2 പേര് ആരൊക്കെയാണ്? ഹരിഹരനും അതുപോലെ തന്നെ ബുക്കനുമാണ് കേട്ടോ. ഏത് വർഷം?
AD 1336. ഓക്കെ, ഇനി ക്യാപിറ്റൽ എവിടെ എന്നറിയോ? ഇവരുടെ ക്യാപിറ്റൽ, വിജയനഗരത്തിന്റെ ക്യാപിറ്റൽ ഹംപിയാണ് കേട്ടോ. എവിടെയാണ്? ഹംപിയാണ് വിജയനഗരത്തിന്റെ തലസ്ഥാനം, ക്യാപിറ്റൽ കേട്ടോ. ആരാ സ്ഥാപകൻ? സ്ഥാപകൻ ഹരിഹരനും ബുക്കനും. ഏത് വർഷം? 1336. ഈ ഹംപി ഒരു നദിയുടെ കരയില. ഏത് റിവറിന്റെ കരയിലെന്നറിയോ നമ്മുടെ ഈ ഹംപി സ്ഥിതി ചെയ്യുന്നത്? ഹംപി തുംഗഭദ്ര എന്ന് പറയുന്ന നദിയുടെ കരയിലാണ് കേട്ടോ. നമ്മുടെ തുംഗഭദ്ര റിവറിന്റെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഹംപി സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ? വിച്ച് റിവർ? തുംഗഭദ്ര. തുംഗഭദ്ര നദിക്കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഹംപി ആരുടെ ക്യാപിറ്റലാ? വിജയനഗരത്തിന്റെ ക്യാപിറ്റലാണ്. സോ ഏത് വർഷമാണ് വിജയനഗരം? 1336. ആരാ സ്ഥാപകർ? ഹരിഹരനും ബുക്കനുമാണ് എന്താണ് വിജയനഗരത്തിന്റെ ഫൗണ്ടർമാര്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പോയാലോ? നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഹു വാസ് ദി റൂളർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് വെൻ ഇബൻ ബത്തൂത്ത കെയിം ഇന്ത്യ? ഇബൻ ബത്തൂത്ത പുള്ളിക്കാരനൊരു ട്രാവലറാണ്, ഒരു സഞ്ചാരിയാണ്. ആര്? ഇബൻ ബത്തൂത്ത. ഒരിക്കലും എക്സാമിന് ചോദിച്ചാണ് പുള്ളി ഏത് രാജ്യക്കാരനാണ്? പുള്ളി മൊറോക്കോ കേട്ടോ. മൊറോക്ക, നമ്മൾ ആഫ്രിക്കയിലെ മൊറോക്കൻ ട്രാവലറാണ് ആര്? ഈ ഇബൻ ബത്തൂത്ത. പുള്ളി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് ആരാണ് ഡൽഹിയിലെ സുൽത്താൻ എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഇബൻ ബത്തൂത്ത ഇന്ത്യയിൽ വന്നപ്പോൾ ഡൽഹി സുൽത്താൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് കേട്ടോ. ആരുടെ സമയത്താണ് വരുന്നത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്താണ് ഇബൻ ബത്തൂത്ത എവിടെ വരുന്നത്? ഇന്ത്യയിൽ വരുന്നത്. അങ്ങനെ ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കുറെ കാര്യങ്ങൾ അല്ലെ അദ്ദേഹം ഒരു ബുക്കിൽ അന്ന് എഴുതിയിട്ടുണ്ട്. ഇബൻ ബത്തൂത്ത എഴുതിയ ഒരു ബുക്കാണ് കിതാബ് ഉൽ രഹല എന്ന് പറയും. ഏത് ബുക്കാണ്? കിതാബ് ഉൽ രഹല കേട്ടോ. ഹു ഇസ് ദ ഓതർ ഓഫ് കിതാബ് ഉൽ രഹല? കിതാബ് ഉൽ രഹല എഴുതിയത് ആരാണ്? ആരാണ്? ഇബൻ ബത്തൂത്ത. ഇബൻ ബത്തൂത്തയാണ് എന്തിന്റെ ഓതർ? കിതാബുൽ രഹലയുടെ ഓതർ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ആ ബുക്കിൽ ആരെ പറ്റി പരാമർശിക്കുന്നുണ്ട്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, സോ നോട്ട് ചെയ്യുക. ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ട്രാവലേഴ്സിനെ പോലുള്ള ക്വസ്റ്റ്യൻസ്, ട്രാവലേഴ്സ്, അംബാസിഡർമാര്, ഇങ്ങനത്തെ ഉള്ള നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. അതും ഏത് റൂളേഴ്സിന്റെ പീരീഡിലാണ് അവർ വന്നതെന്ന് കൂടി എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ? അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയേഴ്സ് വാസ് ദി കോൺവാലിസ് കോഡ് എനക്റ്റഡ്? നമ്മുടെ കോൺവാലിസ് ആരെന്നറിയോ? കോൺവാലിസ് നമ്മുടെ ബംഗാളിന്റെ ഒരു ഗവർണർ ജനറൽ ആയിരുന്ന ആര്? ഈ കോൺവാലിസ് പ്രഭു. ഇത് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഒന്ന് സ്റ്റാർ ചെയ്തിട്ടോ, ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഈ കോൺവാലിസിന്റെ സമയത്ത് കോൺവാലിസ് കൊണ്ടുവന്ന ഒരു സംവിധാനമുണ്ട്. അത് ബോക്സിലിട്ട് പഠിച്ചോണം. അതിന്റെ പേരാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയും. എന്താണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്? ആരാണ് കൊണ്ടുവന്നത്? ആരാണ്? കോൺവാലിസ്. ഏത് വർഷം? 1793. ഏത് വർഷമാണ്? 1793 കോൺവാലിസ് പ്രഭു എന്ത് കൊണ്ടുവന്നത്? പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് അല്ലെ. നമുക്കറിയാം എന്താണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് നമുക്കറിയാം അല്ലെ. ബംഗാൾ റീജിയനിൽ, എവിടെയാണ്? ബംഗാൾ റീജിയനിൽ എന്താണ് ഈ ടാക്സ് പിരിക്കുന്നതിന് വേണ്ടി അല്ലെ, ബംഗാളിൽ ടാക്സ് പിരിക്കുന്നതിന് വേണ്ടി ബംഗാളിനെ പല പല പാർട്ടായി ഡിവൈഡ് ചെയ്തതിനു ശേഷം ഓരോ പാർട്ടിലും ഓരോ ലാൻഡ് ഓണർമാരെ വെച്ച് എന്ത് ചെയ്തു? അവർ അസൈൻ ചെയ്തു. എന്നിട്ട് ആ പർട്ടിക്കുലർ ലാൻഡ് ഓണേഴ്സ് അവിടുത്തെ ആൾക്കാരിൽ എന്ത് പിരിച്ച്? ടാക്സ് പിരിച്ച് ആർക്ക് കൊടുക്കും? കമ്പനിക്ക് കൊടുക്കും. അതാണ് എന്ത് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറഞ്ഞത്. അത് ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1793. എവിടെ നിലവിൽ വന്നു? അതൊരിക്കൽ ചോദിച്ചേട്ടാ. എവിടെയാ നിലവിൽ വന്നത്? എവിടെയാ? ബംഗാളിലാണ് നിലവിൽ വന്നത്. എവിടെയാണ്? ബംഗാൾ. കാരണം നമുക്ക് ഇതുപോലെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചുള്ള രണ്ട് കാര്യമാണ്. ഇതേപോലത്തെ സംവിധാനം പിൻകാലത്ത് ഇന്ത്യയിലെ 2 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടല്ലേ. എവിടെയൊക്കെ? ഒന്ന് മദ്രാസിലും പിന്നെ നമ്മുടെ യു പി ഏതാ? യുണൈറ്റഡ് പ്രൊവിൻസിലും. ഈ 2 ഏരിയയിലും പിൻകാലത്ത് ഇത് വന്നിട്ടുണ്ടല്ലേ. മദ്രാസിൽ എന്ത് പേരിലാ വന്നത്? മദ്രാസിൽ റയറ്റ് വാരി സിസ്റ്റം എന്ന പേരിലും, എന്നാൽ യുണൈറ്റഡ് പ്രൊവിൻസിലോ എന്ത് പേരില്?
മഹൽവാരി സിസ്റ്റം എന്ന പേരിൽ എവിടെയും വന്നു? യുണൈറ്റഡ് പ്രൊവിൻസിലും വന്നു. ഏത്? നമ്മുടെ ഈ എന്താണ് ഈ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ടിന്റെ മറ്റൊരു വെർഷൻസ്. സോ അത് ശ്രദ്ധിക്കണം കേട്ടോ. ബംഗാളിലാണ് എന്ത് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്. പക്ഷെ മദ്രാസിൽ ഈ സംവിധാനത്തെ വിളിച്ച പേരെന്താ? റയറ്റ് വാരി സിസ്റ്റം. അതുപോലെ യുണൈറ്റഡ് പ്രൊവിൻസിലാണെങ്കിലോ എന്ത് പേരിലാണ്? മഹൽവാരി സിസ്റ്റം എന്ന പേരിലാണ് യുണൈറ്റഡ് പ്രൊവിൻസിൽ ഇത് അറിയപ്പെട്ടത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ നമ്മുടെ കോൺവാലിസ് കോഡ് അല്ലേ. അപ്പൊ കോൺവാലിസ് കൊണ്ടുവന്ന പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് ഏത് വർഷം? 1793ലാണ്. സോ ആൻസർ 1793. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിൽ പോയല്ലോ. അടുത്ത ചോദ്യം, ഹൗ മെനി സ്റ്റോറീസ് ഡസ് കുത്തബ് മിനാർ ഹാവ് ഇൻ ഡൽഹി? നമ്മുടെ ഡൽഹിയിലെ മോണമെന്റ് ആണ് അല്ലേ കുത്തബ് മിനാർ. അതിന് എത്ര നിലയുണ്ടെന്നാണ് ചോദ്യം. സോ നമ്മുടെ കുത്തബ് മിനാർ ഇരിക്കുന്നത് എവിടെയാ? ഡൽഹിയിലാണ് അല്ലേ. സോ അതിന് മൊത്തവും 5 നിലകളാണുള്ളത്. കുത്തബ് മിനാറിന് എത്ര നിലയുണ്ട്? 5. 1 2 3 4 5. 5 സ്റ്റോറി ഉണ്ട് കേട്ടോ. 5 നില കെട്ടിടമാണ് കുത്തബ് മിനാർ. ഒരു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ സ്റ്റൈലിൽ കെട്ടിയിരിക്കുന്ന ഒരു ബിൽഡിംഗ്. എന്ത് സ്റ്റൈലാണ് ചോദിച്ചിട്ടുണ്ടോ? കുത്തബ് മിനാറിന്റെ സ്റ്റൈൽ എന്താണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇനി ആരാണ് ഈ കുത്തബ് മിനാർ കെട്ടിയിരിക്കുന്നത് എന്നറിയോ? കുത്തബ് മിനാറിന്റെ നിർമ്മിതി നമ്മൾ നോക്കിയാൽ കുത്തബ് മിനാറിന്റെ ഫസ്റ്റ് സ്റ്റോറി കെട്ടിയത്, കുത്തബ് മിനാറിന്റെ 1ാമത്തെ നില കെട്ടിയത് നമ്മുടെ ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താനായ കുത്തുബുദ്ദീൻ ഐബക്കാണ്. നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിന്റെ ആദ്യത്തെ നില ബിൽഡ് ചെയ്തിരിക്കുന്നത്. കുത്തബ് മിനാറിന്റെ 2ാമത്തെ 3ാമത്തെ നില കേട്ടോ, അത് 2 3 4 ഈ നില കെട്ടിയിരിക്കുന്നത് ആരെന്നറിയോ? 2ാമത്തെയും 3ാമത്തെയും നിലയും കെട്ടിയിരിക്കുന്നത് അത് പിന്നീട് വന്ന ഇൽത്തുമിഷ് എന്ന് പറയുന്ന റൂളറാണ്. ആരാണ്? ഇൽത്തുമിഷ് ആണ് 2ാമത്തെ 3ാമത്തെ നില വരെ കെട്ടിയത്. ദെൻ കുത്തബ് മിനാറിന്റെ 5th സ്റ്റോറി 5ാമത്തെ നില കെട്ടിയിരിക്കുന്നത് ആരാണ്? അത് നമ്മുടെ പിന്നീട് വന്ന ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്ന സുൽത്താൻ. സോ 3 പേരുടെ കൈകൾ കുത്തബ് മിനാറിലുണ്ട്. മൊത്തം 5 നിലയുണ്ട്. അതിൽ ആദ്യത്തെ നില കെട്ടിയത് കുത്തുബുദ്ദീൻ ഐബക്ക്, 4ാമത്തെ നില വരെ കെട്ടിയത് പിന്നീട് വന്ന ഇൽത്തുമിഷ്, ലാസ്റ്റ് 5th സ്റ്റോറി ബിൽഡ് ബൈ ആരാ? തുഗ്ലക്കിൽ. ഏത് തുഗ്ലക്ക്? ഫിറോസ് ഷാ തുഗ്ലക് ആണ്. അങ്ങനെ മൊത്തം എത്ര നിലയുണ്ട് കുത്തബ് മിനാറിന്? 5 നിലകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. എവിടെയായിരിക്കും? നമ്മുടെ ഡൽഹിയിലാണ് അല്ലേ. എവിടെയാണ്? ഡൽഹി. ഓക്കെ, ദെൻ അടുത്ത ദിവസം പോയാലോ. അടുത്ത ചോദ്യം, ഇൻ ദ ബാറ്റിൽ ഓഫ് സ്വാലി ദ ബ്രിട്ടീഷ് ഫോട്ട് അഗൻസ്റ്റ് ദി ഡാഷ്. സോ ഒരു യുദ്ധമാണ് എടാ. ഞാൻ നേരത്തെ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്, ഒരു യുദ്ധമാണ് നമുക്ക് ചോദ്യമെങ്കിൽ 2 പാറ്റേൺ ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഒരു ചോദ്യം ഏത് വർഷം ചോദിക്കുന്നു. 2 ഹൂ vs ഹൂ, ആരൊക്കെ തമ്മിലാണ് ഈ ഒരു യുദ്ധം. സോ ഇപ്പൊ ഇവിടെ നോക്ക് ക്വസ്റ്റ്യൻ, ഇൻ ദ ബാറ്റിൽ ഓഫ് സ്വാലി ദ ബ്രിട്ടീഷ് ഫോട്ട് അഗൻസ്റ്റ് ദി ഹൂ അല്ലെ. സ്വാലി യുദ്ധം. അപ്പൊ സ്വാലി ഏത് വർഷം എന്ന് അറിയോ? 1612 ഈ യുദ്ധം നടന്നത് കേട്ടോ. 1612 ആരൊക്കെ തമ്മിലെന്ന് അറിയോ? ബ്രിട്ടീഷും പോർച്ചുഗീസും തമ്മിൽ ഇന്ത്യയിൽ നടന്ന ഒരു യുദ്ധമാണ് കേട്ടോ. ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടീഷും പോർച്ചുഗീസുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന ഒരു യുദ്ധമാണ് ഇത് ബാറ്റിൽ ഓഫ് സ്വാലി എന്ന് പറഞ്ഞത്. ഏത് വർഷം? 1612 ബാറ്റിൽ ഓഫ് സ്വാലി. ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന ഒരു യുദ്ധമാണ് കേട്ടോ. സോ 2 പാറ്റേണിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഇവിടെ ആരൊക്കെ തമ്മിലെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് അടുത്ത നെക്സ്റ്റ് ചോദിക്കാൻ പോണ എന്താണ്? ഏത് വർഷം എന്നാണ്. സോ വർഷം നോട്ട് ചെയ്യുക. ഏത് വർഷം? 1612 ബാറ്റിൽ ഓഫ് സ്വാലി. ഓക്കെ, ദെൻ അടുത്ത ദിവസം പോയല്ലോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാരപ്പൻ സൈറ്റ്സ് ഇൻ ഹരിയാന? ഓക്കെ, ഇത് നമ്മുടെ ഏൻഷ്യന്റിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ. സോ നമ്മൾ ഇൻഡസ് വാലി പഠിക്കുമ്പോൾ പഠിക്കാറുള്ളതാണ് സൈറ്റുകൾ അല്ലെ. ഹാരപ്പയും മോഹൻജദാരയും അങ്ങനെ സൈറ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചില സൈറ്റ് ഇന്ത്യയിൽ വരാറുണ്ട് അല്ലെ. നമ്മൾ ഇന്ത്യയിലെ സൈറ്റുകളും പഠിച്ചിട്ടുണ്ട്. അതിൽ വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് പഠിക്കാറുണ്ട് അല്ലെ. ഉള്ള ചോദ്യം ഇതാണ്, ഹരിയാനയിലെ ഹാരപ്പൻ ഇൻഡസ് വാലി സൈറ്റ് എന്നാണ് ചോദ്യം. ഹരിയാനയിൽ നമുക്ക് നോക്കാം. കലിബംഗാൻ എവിടെയാ? കലിബംഗാൻ രാജസ്ഥാനിലാണ് അല്ലേ. നമ്മുടെ രാജസ്ഥാനിലൊരു സൈറ്റ് ആണ് ഏത്?
കാലിബംഗൻ. ലോത്തലോ? ലോത്തൽ വരുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ സൈറ്റ് ആണ് ലോത്തൽ. എന്നാൽ രാഗി ഗർഗി, രാഗി ഗർഗി എവിടെയാ? ഹരിയാനയാണ് അല്ലെ? നമ്മുടെ ഹരിയാനയിലാണ് രാഗി ഗർഗി. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈറ്റ് ആണ്, ഏറ്റവും വലിയ സൈറ്റ് കൂടിയാണ് ഇത് രാഗി ഗർഗി. ഇവിടെ വരുന്നു ഹരിയാനയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോ ആൻസർ നമുക്ക് ഐ ഓപ്ഷൻ സി ഹരിയാന. ഈ ഡോളാവീര് എവിടെയാ? ഡോളാവീര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡോളാവീര് എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലെ? ഡോളാവീര് എവിടെയാണ്? ഗുജറാത്തിലാണ് ഡോളാവീര് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ നല്ലൊരു ചോദ്യമാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ചോദിച്ച ഒരു ചോദ്യം. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ഹു ഫൗണ്ടഡ് നാദൽ ഇന്ത്യൻ കോൺഗ്രസ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് നാദൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇത് രൂപീകരിച്ച വർഷം 1894. സോ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക. കാരണം വെച്ചാൽ നമുക്ക് ഈ സംഘടനകളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിൽ നിന്നും സംഘടനകളിൽ നിന്നും കേട്ടോ. സോ രണ്ട് പാറ്റേണിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് ചോദിക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ ഒന്ന് അവർ ചോദിക്കുന്നത് ഏത് വർഷം എന്നായിരിക്കും. രണ്ട്, ആരാണ് അതിന്റെ ഫൗണ്ടർ. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കും എവിടെയാണ് അത് രൂപീകരിച്ചത്. അങ്ങനെ മൂന്ന് പാറ്റേണിലാണ് നമുക്ക് എന്ത് പറഞ്ഞത്? ക്വസ്റ്റ്യൻസ് വരണം. ഇപ്പൊ ഇവിടെ സംഘടനയുടെ പേര് നമുക്കറിയാതാ, ഇന്ത്യൻ നാദൽ കോൺഗ്രസ്. ഞാൻ എന്താ വർഷം എഴുതി കിട്ടും, ഏത് വർഷം? 1894. ഇനി നമ്മുടെ ചോദ്യം, ആരാണത് ഫൗണ്ട് ചെയ്തത്? ഫൗണ്ട് ചെയ്തത് നമ്മുടെ ഓപ്ഷൻ എ ഗാന്ധിജി. നമ്മുടെ ഗാന്ധിജിയാണ് നാദൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചത്. ഏത് വർഷം? 1894. ആരാണ്? ഗാന്ധിജി. എവിടെ എന്നറിയോ? ഇത് രൂപീകരിച്ച സ്ഥലം സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ, ഇന്ത്യയിലല്ല കേട്ടോ. എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഗാന്ധി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏത്? ഇന്ത്യൻ നാദൽ കോൺഗ്രസ് കേട്ടാ. സോ ആരാ ഫൗണ്ടർ? ഗാന്ധി. ഏത് വർഷം? വർഷം നോട്ട് ചെയ്യട്ടാ. വർഷം ഏത് വർഷമാണ്? 1894 ഇത് രൂപീകരിച്ചത് കേട്ടോ. അപ്പൊ എപ്പോഴൊക്കെ സംഘടനകൾ പഠിക്കോ, ഈ മൂന്ന് കാര്യവും കൃത്യമായി എന്ത് ചെയ്യുക? അടിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗനൈസേഷൻസ് വാസ് ലാല ഹർദയാൽ അസോസിയേറ്റഡ്? വീണ്ടും ഓർഗനൈസേഷൻ ആണല്ലേ, ഒരു സംഘടനയാണ്. ഇപ്പൊ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് സംഘടന ഫൗണ്ടർ തന്നു. ഫൗണ്ടറിന്റെ പേരാണ് ലാല ഹർദയാൽ. സംഘടന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. സോ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ലാല ഹർദയാൽ അല്ലെ, ദ ഫൗണ്ടർ ഓഫ് ഗദ്ദാർ പാർട്ടി. ഓപ്ഷൻ സി അല്ലെ, നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അല്ലെ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാ? ലാല ഹർദയാൽ അല്ലെ. ഇനി ഏത് വർഷം അല്ലെ? ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയാകുമ്പോ സ്ഥാപകൻ പഠിക്കണം. വർഷം 1930, 1913 ഈ സംഘടന രൂപീകരിച്ചത്. ഏത് വർഷമാണ്? 1913 എന്ത് രൂപീകരിച്ചത്? ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. അടുത്തത്, ആരാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകന്? നമുക്കറിയാം. ആരാ? ലാല ഹർദയാൽ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുണ്ട്, എവിടെയാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്? ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച സ്ഥലം എവിടെയാണ്? എവിടെ എന്നറിയോടാ? അത് ഇന്ത്യയിലല്ല. എവിടെ എന്നറിയോ? അത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് എന്ത് രൂപീകരിച്ചത്? നമ്മുടെ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് കേട്ടോ. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ച സ്ഥലം എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോ. സാൻ ഫ്രാൻസിസ്കോയിലാണ് എന്ത് രൂപീകരിച്ചത്? ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ഏത് വർഷം? 1913 എന്ത് രൂപീകരിച്ചത്? ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ഓക്കെ, നമുക്ക് ബാക്കി സംഘടനയുടെ കൂടെ ഫൗണ്ടേഴ്സ് ഒന്ന് നോക്കാം അല്ലേ. അതിലെ ഫസ്റ്റ് സംഘടനയാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയും ഇന്ത്യക്ക് പുറത്ത് രൂപീകരിച്ച ഒരു സംഘടന തന്നെയാണ്. 1905 നമ്മുടെ ഷ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ രൂപീകരിച്ച ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടനയാണ് കേട്ടോ. ആരാണ്? 1905 ഷ്യാംജി കൃഷ്ണവർമ്മ ഇവിടെ ലണ്ടനിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏത്? ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്ന് പറയുന്നത്. സോ അത് ഒരു പ്രധാന സംഘടനയാണ്. ഇനി നെക്സ്റ്റ് വൺ, സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ
1923 ആണ് വർഷം. 23 നമ്മുടെ സി ആർ ദാസിന് ഒരു നിക് നെയിം ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത് ദേശ് ബന്ധു എന്ന് പറയും. ദേശ് ബന്ധു. ഹു ഈസ് ദേശ് ബന്ധു? ആര്? സി ആർ ദാസും നമ്മുടെ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇത് ഗദാർ പാർട്ടി. ഏത് വർഷം? 1923. ലാസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, അത് 1876 നമ്മുടെ സുരേന്ദ്രനാഥ് ബാനർജി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഏത് വർഷം? 1876. ആരാ സ്ഥാപകൻ? സുരേന്ദ്രനാഥ് ബാനർജി. നമ്മുടെ ബംഗാളിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏത്? ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. സോ ഇത് നാലും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. ഇത് നാലും നോട്ട് ചെയ്ത് വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ധാരാളം തവണ ഇത് ചോദിച്ചിട്ടുണ്ട് ഈ സംഘടനകൾ. ഓക്കെ, സോ ഗദാർ പാർട്ടിയും ധാരാളം തവണ എക്സാം റിപ്പീറ്റ് ചോദിച്ചൊരു ചോദ്യമാണ്. 1913 ഇത് രൂപീകരിച്ചത്. എവിടെ? സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ abolished സതി സിസ്റ്റം in 1829 by declaring it an offense? ഓക്കെ, നമ്മുടെ സതി അല്ലെ, സതി എന്താണെന്ന് അറിയില്ല. എന്താ സതി എന്ന് പറഞ്ഞാൽ? സതി എന്ന് പറഞ്ഞാൽ ഹിന്ദു മതപ്രകാരം ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണം. ഇതാണ് സതി അല്ലെ. ഇത് ഇന്ത്യയിൽ നിർത്തലാക്കിയ വർഷമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഏത് വർഷം? 1829. സോ അത് നമ്മൾ നോട്ട് ചെയ്യണം. 1829 ഇന്ത്യയിൽ എന്ത് നിർത്തലായി? സതി നിർത്തലായി. അത് ആരാണ് നിരോധിച്ച? ഗവർണർ ജനറൽ എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഹു അബോളിഷ്ഡ് സതി? ആരെന്നടാ? ഓപ്ഷൻ ബി വില്യം ബെന്റിക്. ആരാണ്? ലോർഡ് വില്യം ബെന്റിക് ആണ് 1829 എന്ത് നിരോധിച്ചത്? ഇന്ത്യയിൽ നിന്നും സതി നിരോധിച്ചത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സോഷ്യൽ റിഫോമർ. കേട്ടോ, ഇദ്ദേഹത്തിന് വളരെ സഹായം ഉണ്ടായിരുന്നു. ആരെന്നറിയോ സഹായി? നമ്മുടെ രാജാറാം മോഹൻ റോയ്. കേട്ടോ, നമ്മുടെ രാജാറാം മോഹൻ റോയുടെ സഹായത്തോടു കൂടിയാണ് വില്യം ബെന്റിക് എന്ത് നിരോധിച്ചത്? ഇന്ത്യയിൽ സതി. ഏത് വർഷം? 1829. കേട്ടോ, ഈ രാജാറാം മോഹൻ റോയുടെ സംഘടനയ്ക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഏത് സംഘടന എന്നറിയോ? നമ്മുടെ സതി നിരോധിക്കുന്നതിന് വേണ്ടി രാജാറാം മോഹൻ റോയ് രൂപീകരിച്ച ഒരു സംഘടനയാണ് ബ്രഹ്മസമാജ് എന്ന് പറയും. സോ സംഘടനയാണ്. എന്തൊക്കെ പഠിക്കേണ്ടത്? ബ്രഹ്മസമാജ്. വർഷം 1828. അതായത് സതി നിരോധിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം. 29 സതി നിരോധിച്ചു. 28 എന്ത് വന്നു? ബ്രഹ്മസമാജ് വന്നത്. കേട്ടോ, എവിടെയാ? കൽക്കട്ടയിൽ. എവിടെയാണ്? കൽക്കട്ടയിലാണ് ബ്രഹ്മസമാജം 1828 രൂപീകരിച്ചത്. ആരാ സ്ഥാപകൻ? രാജാറാം മോഹൻ റോയ്. കേട്ടോ, രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ. ഏത് വർഷം? 1828. ഓക്കെ, ആ ബ്രഹ്മസമാജത്തിന്റെ അല്ലെങ്കിൽ രാജാറാം മോഹന്റെ സഹായത്തോടു കൂടിയാണ് തൊട്ടടുത്ത വർഷം ഇന്ത്യയിൽ എന്ത് നിരോധിക്കുന്നത്? സതി നിരോധിച്ചത്. ഏത് വർഷം? 1829. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയേഴ്സ് ഡിഡ് മഹാത്മാഗാന്ധി ലോഞ്ച് ചമ്പാരൻ സത്യാഗ്രഹം? ഓക്കെ, നമ്മുടെ മഹാത്മാഗാന്ധിജി അല്ലേ, പുള്ളി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഇത് ചമ്പാരൻ അല്ലെ. ദ ഫസ്റ്റ് സത്യാഗ്രഹ. മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഇത് നമ്മുടെ ചമ്പാരൻ. അത് ഏത് വർഷം എന്നാണ് ചോദ്യം. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ വട്ടം റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്. 1917. നമ്മുടെ 1917 ഏത് സത്യാഗ്രഹം? ചമ്പാരൻ സത്യാഗ്രഹ നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917. എവിടെയാ ചമ്പാരൻ? ഇന്നത്തെ ബീഹാറിലാണ് അല്ലെ. നമ്മുടെ ബീഹാറിൽ എന്തുമായി ബന്ധപ്പെട്ട്? ബ്രിട്ടീഷുകാർക്കെതിരെ അവിടുത്തെ ഇൻഡിഗോ ഫാർമേഴ്സ് അല്ലെ, നീലം കർഷകർ, ഇൻഡിഗോ ഫാർമേഴ്സ് നടത്തിയ ഒരു അഗ്രികൾച്ചർ സ്ട്രൈക്കാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. ഈ സമരത്തിലേക്കാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്നത്. സോ ഗാന്ധി ആദ്യത്തെ സത്യാഗ്രഹം കൂടിയാണ് ഏത്? ചമ്പാരൻ. ഏത് വർഷം? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയല്ലോ. അടുത്ത ചോദ്യം, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് പാല ഡൈനാസ്റ്റി?
പാല വംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? സോ നമുക്ക് ഇതുപോലെ കുറെ ഡൈനാസ്റ്റികൾ ഏൻഷ്യന്റിലും മിഡീവലിലും ഒരുപാടുണ്ട്. നമ്മൾ ഡൈനാസ്റ്റി വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക. ഒരു ഡൈനാസ്റ്റി പറ്റി പഠിക്കുമ്പോൾ ഒന്ന്, ആദ്യം ആരാണ് ആ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർമാരെന്ന് പറയുന്നത്, ഫൗണ്ടേഴ്സ്. രണ്ട്, എവിടെയാണ് ആ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡൈനാസ്റ്റി പഠിക്കുമ്പോൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇവിടെ വാസ് ഫൗണ്ടർ ആണ് ചോദിച്ചത്. സോ പാലയുടെ ഫൗണ്ടർ ഗോപാലൻ. കേട്ടോ, ഗോപാലയാണ് പാല ഡൈനാസ്റ്റിയുടെ എന്ത് ഫൗണ്ടർ. കേട്ടോ, പാല ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്? ഗോപാലനാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ നമ്മളെ ഈ ഡൈനാസ്റ്റികളിൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് ഫൗണ്ടേഴ്സും ക്യാപിറ്റൽ. സോ ഇവിടെ പാല ഡൈനാസ്റ്റി ഫൗണ്ടർ ആരാണ്? ഗോപാലനാണ്. അതുപോലെ ഇതിൽ ഓപ്ഷൻ എ ധർമ്മപാലൻ കണ്ടോ, പുള്ളി നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ധർമ്മപാലൻ കെട്ടിയ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലുണ്ട്. അതാണ് നമ്മുടെ ബീഹാറിലെ ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റി ആയ വിക്രംശില യൂണിവേഴ്സിറ്റി. കേട്ടോ, ബീഹാറിലാണ് വിക്രംശില ഇരിക്കുന്നത്. വിക്രംശില കെട്ടിയത് ആരാണ്? ഈ ധർമ്മപാലനാണ്. കേട്ടോ, ധർമ്മപാലനാണ് എന്ത് കെട്ടിയത്? വിക്രംശില യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്ത്. കേട്ടോ, ഹൂ ബിൽഡ് വിക്രംശില? ആര്? ധർമ്മപാല. കേട്ടോ, അതുപോലെ ഈ വിക്രംശിലയെക്കാളും വളരെ പഴക്കം ചെന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ നളന്ദ, അല്ലെ? ആരാണെന്നറിയോ നളന്ദ കെട്ടിയത്? ഹൂ ബിൽഡ് നളന്ദ? ഇന്ത്യയിലെ ഏറ്റവും ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റി ബീഹാറിലെ നളന്ദ. അതാരെന്നറിയോ? അത് കെട്ടിയത് കുമാരഗുപ്തന. ഗുപ്ത രാജാവായ കുമാരഗുപ്തനാണ് എന്ത് കെട്ടിയത്? നളന്ദ കെട്ടിയത്. എന്നാ വിക്രംശില കെട്ടിയത് ആരാ? വിക്രംശില കെട്ടിയത് പാലാ വംശത്തിലെ ഏത് രാജാവ്? ധർമ്മപാലനാണ് വിക്രംശില ബിൽഡ് ചെയ്തത്. ഓക്കെ, പാല ഡൈനാസ്റ്റി ഫൗണ്ടർ അത് ഗോപാലൻ, ധർമ്മപാലൻ അല്ല. ആരാണ്? ഗോപാലനാണ് പാല ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയല്ലോ. അടുത്ത ചോദ്യം, വെൻ വാസ് ദി മുസ്ലിം ലീഗ് ഫൗണ്ടഡ്? എന്നാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത്? അറിയോടാ? സംഘടനയാണ് അല്ലേ, നമ്മുടെ INC പോലൊരു സംഘടനയാണ് മുസ്ലിം. എന്താണ് INC രൂപീകരിച്ചത്? എന്നിട്ട് മുസ്ലിം ലീഗ് പോവാം. INC എന്നാ രൂപീകരിച്ചത്? അത് 1885 ഡിസംബർ 28 അല്ലെ, 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. എന്നാൽ മുസ്ലിം ലീഗ് ആണെങ്കിലോ അത് 1906 ഡിസംബർ 30. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി, 1906 ഡിസംബർ 30 മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത്. എവിടെയാ രൂപീകരിച്ച സ്ഥലം? 30 എവിടെയാ? ബംഗ്ലാദേശിലെ ധാക്ക. നമ്മുടെ ഇന്നത്തെ ബംഗ്ലാദേശിലെ ക്യാപിറ്റലായ ധാക്കയിൽ വെച്ചാണ് ഇത് രൂപീകരിച്ചത്. ആരൊക്കെയെന്നറിയോ മുസ്ലിം ലീഗിന്റെ സ്ഥാപകർ? ഒന്ന് അഗാഖാനും, രണ്ട് നവാബ് സലീമുള്ളയും അഗാഖാനും ചേർന്നാണ് എന്ത് രൂപീകരിച്ചത്? നമ്മുടെ മുസ്ലിം ലീഗ് രൂപീകരിച്ചു. മുസ്ലിം ലീഗിന്റെ സ്ഥാപകർ അഗാഖാനും നവാബ് സലീമുള്ളയും. ഏത് വർഷം? 1906 ഡിസംബർ 30 ഇവിടെ ബംഗ്ലാദേശിലെ ധാക്കയിലാണ് ഇതന്ന് രൂപീകരിച്ചത്. അപ്പൊ INCയും മുസ്ലിം ലീഗും പക്ഷേ ഡേറ്റ് അടുത്തടുത്താണ് അല്ലേ. INC എപ്പോഴായിരുന്നു? 85 ഡിസംബർ 28. ഇതേതാ? ഡിസംബർ 30 മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം, ഹു വാസ് ദി ഫോളോയിങ് ഡിഡ് ബാബർ ഡിഫീറ്റഡ് ഇൻ ദ ഇയർ 1528 അറ്റ് ചന്ദേരി? നമ്മുടെ ബാബർ AD 1528 ചെയ്തൊരു യുദ്ധമാണ് ചന്ദേരി യുദ്ധം. അതിൽ ബാബർ ആരെയാണ് തോപ്പിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ ബാബർ ഇന്ത്യയിൽ വന്നിട്ട് 4 യുദ്ധങ്ങളാണ് പുള്ളി ചെയ്തത്. അത് 4 വർഷങ്ങളിലായി. 1526, 1527, 1528, 1529. ഈ 4 വർഷങ്ങളിലായി 4 യുദ്ധങ്ങൾ ബാബർ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ 1526 ബാബർ ചെയ്ത യുദ്ധമാണ് ഫസ്റ്റ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം അല്ലെ. ഏത് വർഷം? 1526. അതുപോലെ 1527 ബാബർ ഇന്ത്യയിൽ ചെയ്ത ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കൻവ എന്ന് പറയുന്ന യുദ്ധം, 27. ദെൻ 1528 ബാബർ ഇന്ത്യയിൽ ചെയ്ത ഒരു യുദ്ധമാണ് ഏത്? ചന്ദേരി യുദ്ധം. ഏതാണ്? ചന്ദേരി. ഏത് വർഷം? 1528. ദെൻ 1529 ബാബർ ചെയ്തൊരു യുദ്ധമാണ് ഏത്? ഗാഗ്ര യുദ്ധം. സോ ഈ 4 നമ്മൾ പഠിക്കും. ഇത് ഇങ്ങനെ നമ്മൾ പഠിക്കുക വെച്ചാൽ ഈ കോഡ് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ.
ബാബർ ചെയ്ത 4 യുദ്ധം PKCG. ഇതാണ് ആ കോഡ്. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് നിങ്ങൾ ഇതിനെ 26, 27, 28, 29 എന്ന് കൊടുത്താൽ മതി. സോ P പാനിപ്പത്ത്, K കൻവ, C ചന്ദേരി, G ഗാഗ്ര. അങ്ങനെ 26, 27, 28, 29 ആ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. PKCG കേട്ടോ. ഇനി നമ്മുടെ യുദ്ധത്തെ പറ്റി പഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ വേണം പഠിക്കണമെന്ന് ഞാൻ പറയും. നമ്മളിപ്പോ വർഷം പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പഠിക്കേണ്ടത് ആരാ? ഓപ്പോസിറ്റ് ആരൊക്കെയാണ്. സോ നമ്മുടെ ഓപ്ഷനിൽ ഉള്ളവർ തന്നെയാണ് യുദ്ധത്തിന്റെ ഓപ്പോസിറ്റ്. ഇതില് ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1826 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്നൊരു യുദ്ധമായിരുന്നു. ബാബർ VS ഇബ്രാഹിം ലോധി. ഏത്? ഫസ്റ്റ് പാനിപ്പത്ത്. ഇനി ബാറ്റിൽ ഓഫ് കൻവ 1827 അത് രജപുത്രയിലെ റാണ സംഗയും ബാബറും തമ്മിൽ നടന്ന യുദ്ധം കേട്ടാ. 27 കൻവ ബാബർ VS റാണ സംഘ. ഇനി 28 വരുമ്പോൾ ചന്ദേരി യുദ്ധം രജപുത്രയിലെ മേദനി റായിയും ബാബറും തമ്മിൽ. മേദനി റായിയും ബാബറും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ അതാണല്ലേ, 28 ചന്ദേരി. ആര് ആൻസർ? ഓപ്ഷൻ ഡി മേദനി റായി. സോ ആൻസർ ആയി. നമുക്ക് ആൻസർ ഏത് തന്നെയാണ്? നമ്മുടെ ആൻസർ 28 ആണ് ചോദ്യമായോണ്ട് മേദനി റായി. ഇനി 29 ഗാഗ്ര യുദ്ധം എന്ന് പറയുന്നത് ബാബറും മുഹമ്മദ് ലോധി എന്ന് പറയുന്ന റൂളറും തമ്മിലായിരുന്നു. ബാബറും മുഹമ്മദ് ലോധിയും തമ്മിൽ. ഏത് യുദ്ധം? ദ ബാറ്റിൽ ഓഫ് ഗാഗ്ര യുദ്ധം. ഗാഗ്ര. അങ്ങനെ 4 പ്രധാന യുദ്ധം ആര് നയിച്ചിട്ടുണ്ട്? ബാബർ നയിച്ചിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളിലായി? 26, 27, 28, 29. ഓക്കെ, ആ കോഡ് പഠിക്കണം കേട്ടോ. PKCG. ആ കോഡ് പഠിച്ച ആ വർഷത്തിന്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയി ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യമാണ് എന്താണ്? ദ ചൗരി ചൗര ഇൻസിഡന്റ് ഡ്യൂറിംഗ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒക്കേർഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഉത്തർപ്രദേശ്? സോ നമ്മുടെ മോഡേൺ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചൗരി ചൗര എന്ന് പറയുന്നത്. സോ ചൗരി ചൗര നടന്നത് 1922 ഫെബ്രുവരി 4-ാം തീയതി നമ്മുടെ UP-യില് ഉത്തർപ്രദേശില് ഗോരഖ്പൂർ എന്ന ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. അപ്പൊ എന്താണ് ഈ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങി വെച്ച ഒരു സമരമാണ് നിസ്സരണ പ്രസ്ഥാനം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയും. അതായത് ബ്രിട്ടീഷുകാരുമായി ഒരു തരത്തിൽ പോലും കോപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം. ഇത് നമ്മുടെ ഗാന്ധിജിയാണ് അന്ന് ഈ സമരം നയിച്ചത്. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലീഡ് ചെയ്ത ആരാണ്? ഗാന്ധിജിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന ജില്ലയിലെ ജനങ്ങള് ഒരു ചെറിയൊരു ജാഥ സംഘടിപ്പിക്കുകയായിരുന്നു. ആ ജാഥയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഒന്ന് വെടിവെച്ചു. അതിൽ 1-2 നാട്ടുകാർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അതിന് ദേഷ്യം വന്ന ആ നാട്ടുകാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അന്ന് ആ പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്തു? തീ വെക്കുകയും ആ തീവെപ്പിൽ 10-22 പോലീസുകാർ എന്ത് ചെയ്തു? വെന്തു മരിക്കുകയും ചെയ്തു. ഇതാണ് ഇത് ഇൻസിഡന്റ്, ചൗരി ചൗര ഇൻസിഡന്റ് എന്ന് പറയുന്നത് കേട്ടാ. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചൗരി ചൗര എന്നാണ് നടന്നത്? 1922 ഫെബ്രുവരി 4-നാണ് ഇത് സംഭവിച്ചത്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ. ആൻസർ ഓപ്ഷൻ സി ഗോരഖ്പൂരിലാണ്. എവിടെയാണ്? ഗോരഖ്പൂരിലാണ് ചൗരി ചൗര ഇൻസിഡന്റ് ഉണ്ടായത് കേട്ടാ. ഈ സംഭവത്താൽ അന്ന് നമ്മുടെ ഗാന്ധിജി നമ്മുടെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ഒക്കെ ചെയ്തു കേട്ടോ. അതൊരിക്കൽ ചോദിച്ചു കേട്ടോ, ഗാന്ധിജി എന്ത് സംഭവമായി ബന്ധപ്പെട്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ചതെന്ന് ചോദിച്ചു. ഏതാണ്? ഈ ചൗരി ചൗര ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട. കാരണം ഗാന്ധിജി നയിക്കുന്ന സമരം എങ്ങനെയാണ്? ഒരു നോൺ വയലൻസ് ആയിട്ടുള്ള സമരമാണ് അല്ലേ? കാരണം ഗാന്ധി ഒരു മോഡറിസ്റ്റ് ആണ്. ഈ ഒരു സംഭവം ഒരു എക്സ്ട്രീമിസ്റ്റിന്റെ ഒരു രീതിയായിരുന്നു അല്ലേ? ഒരു പോലീസ് സ്റ്റേഷൻ തീ വയ്ക്കുക, പോലീസുകാരെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞ. അതുകൊണ്ട് തന്നെ ഗാന്ധി ഇത് എന്ത് ചെയ്തു? പിൻവലിച്ചു. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം. ഹു വാസ് ദി മുഗൾ എംപറർ അറ്റ് ദ ടൈം ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി? പ്ലാസി യുദ്ധം നടക്കുന്ന സമയത്ത് ആരാണ് മുഗൾ ചക്രവർത്തി? ഇതാണ് ചോദ്യം. സോ നമ്മുടെ പ്ലാസി നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏത് വർഷമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി വരുന്നത്? 1757. 1757 ഏത് യുദ്ധം?
പ്ലാസി യുദ്ധം വരുന്നത് അല്ലെ? ഏത് വർഷം? 1757. ഏത് യുദ്ധം? പ്ലാസി യുദ്ധം. ആരൊക്കെ തമ്മിലാണെന്ന് അറിയൂ? പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലാ? നമ്മുടെ ബംഗാളിന്റെ നവാബായ സിറാജ് ഉദ് ദൗളയും നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി റോബർട്ട് ക്ലൈവും തമ്മിൽ നടന്നൊരു യുദ്ധമായിരുന്നു കേട്ടോ. ആരൊക്കെ തമ്മിലാണ്? സിറാജ് ഉദ് ദൗള vs റോബർട്ട് ക്ലൈവ്. ഏത് വർഷം? 1757. ഏത് യുദ്ധം? പ്ലാസി. നമ്മുടെ ചോദ്യം അതൊന്നുമല്ല. ചോദ്യം ആ സമയത്തെ മുഗൾ ചക്രവർത്തി ആരാണ്? സോ പ്ലാസി നടക്കുമ്പോൾ മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നത് ആലംഗീർ രണ്ടാമനാണ്. ആരാണ്? ആലംഗീർ സെക്കൻഡ് ആയിരുന്നു പ്ലാസി യുദ്ധം നടന്ന സമയത്തെ മുഗൾ എംപറർ എന്ന് പറയുന്നു. ആരാണ്? ആലംഗീർ രണ്ടാമൻ. ആലംഗീർ സെക്കൻഡ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയല്ലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് അക്ബേഴ്സ് റവന്യൂ മിനിസ്റ്റർ? അക്ബറിന്റെ ധനകാര്യമന്ത്രി ആരാണ്? ആരാണ് അക്ബറിന്റെ റവന്യൂ മിനിസ്റ്റർ? ഫസ്റ്റ് ഓഫ് ഓൾ അക്ബറിന്റെ കോർട്ടിന്റെ പേരെന്താണെന്നറിയോ? അക്ബറിന്റെ കോർട്ടിന്റെ പേരാണ് നവരത്നാസ് എന്ന് പറയും. എന്താണ്? നവരത്നങ്ങൾ. നവരത്നം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 9 ജംസ്, 9 രത്നങ്ങൾ എന്നാണ് അതിനെ പറയുന്നത്, നവരത്നങ്ങൾ. ഓക്കെ, സോ അതില് ആരാണ് അക്ബറിന്റെ റവന്യൂ മിനിസ്റ്റർ എന്നാണ് ചോദ്യം. സോ അക്ബറിന്റെ റവന്യൂ മിനിസ്റ്ററിന്റെ പേരാണ് ഓപ്ഷൻ സി രാജ തോഡർമൽ. ആരാണ്? ഓപ്ഷൻ ബി രാജ തോഡർമൽ. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഈ ഓപ്ഷൻ സി, ഈ രാജ മാൻസിംഗ് അക്ബറിന്റെ ജനറലാണ്, അക്ബറിന്റെ സൈനിക തലവനാണ് മാൻസിംഗ്. നമ്മുടെ ക്വസ്റ്റ്യൻ റവന്യൂ മിനിസ്റ്റർ അല്ലേ, ഫിനാൻസ് മിനിസ്റ്റർ, അതാരാണ്? രാജ തോഡർമൽ. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ടാൻസൻ ആരെന്നറിയോ? ടാൻസൻ അക്ബറിന്റെ കൊട്ടാരത്തിലെ മ്യൂസിഷ്യനാണ്, സംഗീതജ്ഞൻ. അക്ബറിന്റെ കൊട്ടാരത്തിലെ സംഗീതജ്ഞനാണ് ആര്? ടാൻസൻ. ബീർബൽ ആണെങ്കിലോ അക്ബറിന്റെ കൊട്ടാരത്തിലെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയാണ് ആര്? ബീർബൽ എന്ന് പറയുന്നത്. കാരണം അക്ബറിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ആര്? ബീർബൽ. ഓക്കെ, സോ ഈ നവരത്നം സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആരാണ് മ്യൂസിഷ്യൻ? മ്യൂസിഷ്യൻ ടാൻസൻ, റവന്യൂ മിനിസ്റ്റർ തോഡർമൽ, സൈനിക തലവൻ രാജ മാൻസിംഗ്, പ്രധാനമന്ത്രി ആരാണ്? ബീർബൽ ആണ് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലൂടെ പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് ദി ക്യാപിറ്റൽ ഓഫ് പല്ലവ? നമ്മുടെ പല്ലവ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ എവിടെയാണ്? പല്ലവ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഡൈനാസ്റ്റി ആണല്ലേ. പല്ലവാസിന്റെ ക്യാപിറ്റൽ പറഞ്ഞത് ഓപ്ഷൻ സി കാഞ്ചീപുരമാണ്. കാഞ്ചീപുരം. കാഞ്ചീപുരം കൂടാതെ ഒരു സ്ഥലം കൂടി അവർക്ക് ക്യാപിറ്റലായി ഉണ്ട്, മാമല്ലപുരം എന്നൊരു സ്ഥലം കൂടി അവരുടെ ക്യാപിറ്റലാണ്, സെക്കൻഡ് ക്യാപിറ്റലാണ് കേട്ടോ. മാമല്ലപുരം അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മഹാബലിപുരം കേട്ടാ. പല്ലവാസിന്റെ ഫസ്റ്റ് ക്യാപിറ്റലാണ് കാഞ്ചീപുരം, സെക്കൻഡ് ക്യാപിറ്റലാണ് ഈ മഹാബലിപുരം, മാമല്ലപുരം. ഓക്കെ, അതുപോലെ മധുരൈ ആരുടെ ക്യാപിറ്റൽ എന്നറിയോ? മധുരൈ അത് പാണ്ഡ്യന്മാരുടെ ക്യാപിറ്റലാണ്, പാണ്ഡ്യാസ്. പാണ്ഡ്യന്മാരുടെ ക്യാപിറ്റലാണ് മധുരൈ. തഞ്ചാവൂർ ആണെങ്കിലോ ചോളാസിന്റെ ക്യാപിറ്റൽ, ചോളന്മാരുടെ ക്യാപിറ്റലാണ് ഏത്? തഞ്ചാവൂര്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്യാപിറ്റലുകളാണ് കേട്ടോ. തഞ്ചാവൂര്, ചോളാസ്, പാണ്ഡ്യന്മാരുടേത് മധുര. ഐഹോളും ഒരു ക്യാപിറ്റലാണ് കേട്ടോ. നമ്മുടെ ചാലുക്യ ഡൈനാസ്റ്റിയുടെ, നമ്മുടെ ചാലുക്യാസിന്റെ ഒരു ക്യാപിറ്റലാണ് ഐഹോൾ. ഐഹോൾ കൂടാതെ ഒരു സ്ഥലം കൂടിയുണ്ട് ചാലുക്യാസിന്, വദാബി. വദാബി, ഐഹോളും വദാബിയുമാണ് ചാലുക്യന്മാരുടെ രണ്ട് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഡൈനാസ്റ്റി ബിൽഡ് ദി ഫേമസ് അയൺ പില്ലർ ഇൻ ഡൽഹി? നമ്മുടെ ഈ ഏൻഷ്യന്റ് പീരീഡിൽ ചില രാജാക്കന്മാരുടെ അച്ചീവ്മെന്റ്സുകൾ ചില അയൺ പില്ലേഴ്സുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതിൽ ഒരു അയൺ പില്ലർ ഡൽഹിയിൽ ഇരിപ്പുണ്ട്. ഡൽഹിയിൽ നമ്മുടെ കുത്തബ് മിനാറിന്റെ അരികിലാറ്റാണ് ഈ ഒരു പില്ലർ ഇരിക്കുന്നത്. ആ പില്ലറിന്റെ പേരല്ലല്ലോ ചോദ്യം, അത് ഏത് ഡൈനാസ്റ്റിയിലെ റൂളറിന്റെയാണ്. സോ ആ പില്ലറിന്റെ പേരാണ് മെഹ്റൗളി പില്ലർ. ഇതാണ് ആ പില്ലറിന്റെ പേര്, മെഹ്റൗളി പില്ലർ, ഡൽഹി. ഇത് നമ്മുടെ ഗുപ്ത വംശത്തില്, സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ ഉത്തരം അതാണല്ലേ, ഗുപ്ത ഡൈനാസ്റ്റി. ഗുപ്തയിലെ ചന്ദ്രഗുപ്ത സെക്കൻഡ് അഥവാ വിക്രമാദിത്യ, നമ്മുടെ വിക്രമാദിത്യ രാജാവിന്റെ അച്ചീവ്മെന്റിനെ പറ്റി പറയുന്ന അയൺ പില്ലർ ആണ് ഏത്?
ഈ മെഹ്റൗളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് ആരുടെ അച്ചീവ്മെന്റ് ആണ്? വിക്രമാദിത്യ വിക്രമാദിത്യന്റെ യഥാർത്ഥ പേരാണ് ചന്ദ്രഗുപ്ത രണ്ടാമൻ. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റിനെ പറ്റി പറയുന്ന ഒരു അയൺ പില്ലർ ആണ് ഇത്, ഈ മെഹ്റൗളി പില്ലർ. സോ ആൻസർ ഏതാ? ഓപ്ഷൻ എ, ഗുപ്ത. ഇതാണ് ഗുപ്തയാണ്. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹു വാസ് ദി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദി ഷിപ്പായി മ്യൂട്ടണി? ഈ ഷിപ്പായി മ്യൂട്ടണി എന്താണ് സംഭവം എന്നറിയോ? നമ്മുടെ 1857 റിവോൾട്ട് ആണ്. നമ്മുടെ 1857 റിവോൾട്ട് ആണ് ഷിപ്പായി മ്യൂട്ടണി. ഇത് നടന്ന സമയത്ത് ആരാണ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്നാണ് ചോദ്യം. സോ ആൻസർ ഓപ്ഷൻ ഡി, ലോർഡ് കാനിങ്. നമ്മുടെ കാനിങ് പ്രഭുവിന്റെ സമയത്താണ് 1857 റിവോൾട്ട് നടന്നത്. നമ്മുടെ 1857 റിവോൾട്ടിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ റിവോൾട്ട് ആരംഭിച്ച ഡേറ്റ് അത് നമുക്കറിയാം, 1857 ആണ്. ഡേറ്റ് ചോദിക്കും. പൊട്ടിപ്പുറപ്പെട്ട ദിവസം മെയ് 10. ഏത് ദിവസമാണ്? മെയ് 10 മീരറ്റ് എന്നൊരു സ്ഥലത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. റിവോൾട്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1857 മീരറ്റ് എന്നൊരു സ്ഥലത്തു നിന്നാണ് റിവോൾട്ട് എന്ത് ചെയ്യുന്നത്? ആരംഭിച്ചത്. ആ റിവോൾട്ട് നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആരെന്നാണ് ചോദ്യം. സോ ഗവർണർ ജനറലിന്റെ പേരാണ് ലോർഡ് കാനിങ്. ആരാണ്? ലോർഡ് കാനിങ് ആണ്. ഓക്കെ, സോ നമ്മുടെ അടുത്ത ചോദ്യമാണ്, ഹുമയൂൺ നാമ വാസ് റിട്ടൺ ബൈ ഹു? ആരാണ് ഹുമയൂൺ നാമ എഴുതിയത്? ഹുമയൂൺ നാമ എഴുതിയത് ഓപ്ഷൻ സി, ഗുൽബദൻ ബാനു ബീഗമാണ്. ഗുൽബദൻ ബാനു ബീഗമാണ് എന്തെഴുതിയത്? ഹുമയൂൺ നാമ എഴുതിയത് കേട്ടോ. ഹുമയൂൺ നാമ വാസ്, അത് ഹുമയൂണിന്റെ, നമ്മുടെ മുഗൾ എംപറർ ആണ് ആര്? ഹുമയൂൺ. അദ്ദേഹത്തിന്റെ ബയോഗ്രാഫിയാണ് ഏത്? ഈ ഹുമയൂൺ നാമ. അത് എഴുതിയത് അദ്ദേഹത്തിന്റെ കസിൻ സിസ്റ്റർ ആയ ഗുൽബദൻ ബാനു ബീഗമാണ് എന്തെഴുതിയത്? ഹുമയൂൺ നാമ എഴുതിയത്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം, ഹു ഫൗണ്ടഡ് ഹരിജൻ സേവക് സംഘ്? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഈ ഹരിജൻ സേവക് സംഘ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 1932 രൂപീകരിച്ച ഒരു സംഘടനയാണ്. ഏത് വർഷമാണ്? 1932. ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജി. നമ്മുടെ ഗാന്ധിജി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഹരിജൻ സേവക് സംഘ്. ഏത് വർഷം? 1932 ഇത് രൂപീകരിച്ചത്. ആരാ സ്ഥാപകൻ? ഗാന്ധിജിയാണ് കേട്ടോ. സോ വളരെ പ്രധാനമായും ചോദിക്കുന്നത്. അതുപോലെ ഗാന്ധിജിയുടെ ഒരു പത്രത്തിന്റെ പേരും ഇതാണ്. ഹരിജൻ എന്നൊരു പത്രം കൂടി ഗാന്ധി ആ സമയത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരിജൻ ചോദിക്കും, ആരുടെ പത്രമാണ് ഹരിജൻ? ആരുടെയാണ്? ഗാന്ധിജിയുടെ പത്രം. ഗാന്ധിജിക്ക് വേറെയും പത്രങ്ങളുണ്ട് കേട്ടോ. ഗാന്ധിജിയുടെ വേറൊരു പത്രമാണ് യങ് ഇന്ത്യ. അതുപോലെ മറ്റൊന്നാണ് നവജീവൻ. അതുപോലെ ഇന്ത്യൻ ഒപ്പീനിയൻ. ഇതെല്ലാം നമ്മുടെ ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. അതുപോലെ ഒരു പത്രമാണ് ഹരിജൻ കേട്ടാ. ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം, നെയിം ദി മേജർ റിവോൾട്ട് ഇൻസ്പയർഡ് ബൈ മഹാത്മാഗാന്ധി അഗൈൻസ്റ്റ് ദി ഫോഴ്സ്ഡ് കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അല്ലെ. ഗാന്ധിജിയും ഇൻഡിഗോ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട സമരം, അത് ഏത് മേജർ റിവോൾട്ടാ? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ഡി, ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലെ. ഏത് വർഷമാ? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് അല്ലെ. അത് എന്തുമായി ബന്ധപ്പെട്ടതാ? ഒരു ഇൻഡിഗോ ഫാർമേഴ്സിന്റെ ഒരു കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട സമരമാണ് അല്ലെ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തതാണ് അല്ലെ. ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ആദ്യത്തെ ഇന്ത്യയിലെ സത്യാഗ്രഹമാണ് ഏത്? ചമ്പാരൻ അല്ലെ. ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇതിലിപ്പം അഹമ്മദാബാദ് മിൽ സമരം, നമ്മുടെ ഗുജറാത്തിലെ 1918 ഗാന്ധി പങ്കെടുത്ത ഒരു സമരമാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഈ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഗാന്ധി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ്. എന്നറിയോ? ഗാന്ധിജി ഇന്ത്യയിൽ നയിക്കുന്ന ആദ്യത്തെ ഒരു ഹങ്കർ സ്ട്രൈക്കാണ് ഏത്? ഈ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് കേട്ടോ. ഗാന്ധി ഇന്ത്യയിൽ നയിക്കുന്ന ആദ്യത്തെ നിരാഹാര സമരം കേട്ടോ. അത് ഏത് ചോദിച്ചാൽ ഏതാ? ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനാണ്. പക്ഷെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആണ്. അതുപോലെ പിന്നൊരു സമരമാണ് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അത് ഗാന്ധി നയിച്ചത് 1920. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്.
ദണ്ഡി മാർച്ച് പറഞ്ഞത് ഏത് വർഷം ചോദിച്ചാൽ ദണ്ഡി മാർച്ച് വന്നത് 1930 നമ്മുടെ ഉപ്പ് സത്യാഗ്രഹമാണ് അല്ലേ. അത് പറഞ്ഞത് 1930 ദണ്ഡി മാർച്ച് വരുന്നത്. ഓക്കെ. സോ ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണെന്ന്. സോ ഒരുപാട് പാറ്റേൺ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇയർ ചോദിച്ചിരുന്നു NTPCക്ക്. സോ ഇതൊക്കെ കൃത്യമായി നിങ്ങൾ വർഷങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ഡിഡ് മഹാത്മാഗാന്ധി ഓർഗനൈസ് എ സത്യാഗ്രഹ ടു സപ്പോർട്ട് ദി പെസൻസ് ഓഫ് ദി ഖേദ ഡിസ്ട്രിക്ട്? നമ്മുടെ ഗാന്ധി തന്നെ പങ്കെടുത്ത മറ്റൊരു സമരമായിരുന്നു ഈ ഖേദ സത്യാഗ്രഹ എന്ന് പറയുന്ന ഒരു സമരം. അത് ഏത് വർഷം ചോദിച്ചാൽ ഓപ്ഷൻ ബി 1918 നമ്മുടെ 1918 ഗാന്ധി പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സമരമാണ് ഏത്, ഖേദ സത്യാഗ്രഹ. ഏത് വർഷമാണ്? 1918. നമ്മൾ നേരത്തെ 1918 തന്നെയാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് കണ്ടതല്ലേ. നമ്മുടെ അഹമ്മദാബാദ് മിൽ സമരം വന്നതും ഏത് വർഷം തന്നെയാണ്? 1918 തന്നെയാണ്. അതേ 18 തന്നെയാണ് ഖേദ സത്യാഗ്രഹം വരുന്നത്, 1918. ഓക്കെ. സോ ആൻസർ 1918 തന്നെയാണ്. ഓക്കെ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഓഗസ്റ്റ് ക്രാന്തി ഇസ് ഓൾസോ നോൺ ആസ് ഡാഷ് മൂവ്മെന്റ്. ഓഗസ്റ്റ് ക്രാന്തി മൂവ്മെന്റ് എന്നല്ലടാ, നമ്മുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് കേട്ടാ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെയാണ് ഓഗസ്റ്റ് ക്രാന്തി മൂവ്മെന്റ് എന്നും പറയുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം അറിയോ? 1942. 1942 ഓഗസ്റ്റ് 9 ഈ സമരം സ്റ്റാർട്ട് ചെയ്തത് കേട്ടാ. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷമാണ് 1942 ഓഗസ്റ്റ് 9. അതുകൊണ്ടാണ് ഇതിനെ ഓഗസ്റ്റ് ക്രാന്തി എന്ന് വെച്ചാൽ ഓഗസ്റ്റ് മാസത്തിലാണ് ഈ സമരം ആരംഭിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ ഓഗസ്റ്റ് ക്രാന്തി മൂവ്മെന്റ് എന്ന് വിളിച്ചത്. ഈ സമരം നയിച്ചതും നമ്മുടെ ആര് തന്നെയാണ്? ഗാന്ധിജി. നമ്മുടെ ഗാന്ധിജി തന്നെയാണ് ഈ ഒരു സമരം നയിച്ചത്. ഈ സമരത്തിൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു സ്ലോഗൻ ഉണ്ട്, വേൾഡ് ഫേമസ് ആയത്, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ഗാന്ധി ഏത് സമരമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച സ്ലോഗനം ചോദിച്ചാൽ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമായി ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു സ്ലോഗനാണ് ഏത്? ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഈ ഒരു സ്ലോഗൻ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഡ്യൂറിംഗ് ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് ഹു ബ്രോട്ട് ദ ക്യാപിറ്റൽ ബാക്ക് ഫ്രം ലാഹോർ ടു ഡൽഹി? ഓക്കെ. നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാന ഒരു ചാപ്റ്റർ ആണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമുക്കറിയാം എന്തുകൊണ്ട് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ ഡൽഹി ആയിരുന്നു. എന്നാൽ ഡൽഹി മാത്രമല്ല പല സ്ഥലങ്ങളും ക്യാപിറ്റൽ ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഡൽഹി സുൽത്താൻമാരുടെ ഫസ്റ്റ് ക്യാപിറ്റൽ, ആദ്യത്തെ ക്യാപിറ്റൽ ലാഹോർ ആയിരുന്നു, ഡൽഹി അല്ലായിരുന്നു അല്ലേ. അത് ആരുടെ ക്യാപിറ്റൽ ആയിരുന്നു? ഫസ്റ്റ് സുൽത്താനായ കുത്തുബുദ്ദീൻ ഐബക്കിന്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? ലാഹോർ ആയിരുന്നു. എന്നാൽ പിന്നീട് വന്നൊരു രാജാവ് അത് ലാഹോറിൽ നിന്നും രണ്ടാമത് ഡൽഹിയിലേക്ക് മാറ്റുകയായിരുന്നു. അതാരെന്നാണ് നമ്മുടെ ചോദ്യം. സോ ആരാ മാറ്റിയത്? ഐബക്കിന് ശേഷം വന്ന ഓപ്ഷൻ ബി ഇൽത്തുമിഷ് ആണ് ഫസ്റ്റായി ഡൽഹിയിലേക്ക് ക്യാപിറ്റലിനെ മാറ്റിയത്. ഇവിടെ നിന്നും ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് ക്യാപിറ്റലിനെ മാറ്റിയത് ആരാണ്? ഓപ്ഷൻ ബി ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷ് ആണ് തലസ്ഥാനത്തെ ലാഹോറിൽ നിന്നും എവിടേക്ക്? ഡൽഹിയിലേക്ക് ക്യാപിറ്റലിനെ എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്തത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം, ഇൻ 1309 ഹു ഇൻവൈഡഡ് ദി കാകതീയ ഡൈനാസ്റ്റി? ഓക്കെ. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇന്നത്തെ തെലങ്കാന റീജിയനിൽ ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ഈ കാകതീയ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇത് ആരാണ് 1309 ഇൻവൈഡ് ചെയ്തത്, ഇൻവെൻഷൻ നടത്തിയ നമ്മുടെ ചോദ്യം. സോ നമ്മുടെ ഡൽഹിയിൽ നിന്നും ഒരു റൂളർ 1307 നമ്മുടെ സൗത്ത് ഇന്ത്യ ആദ്യമായി അറ്റാക്ക് ചെയ്യും, ഒരു ഡൽഹി സുൽത്താൻ. അത് വേറെ ആരുമല്ല, നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി ആണ്. അലാവുദ്ദീൻ ഖിൽജി ആണ് സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്ത ആദ്യത്തെ ഡൽഹി സുൽത്താൻ. അത് ഏത് വർഷം ചോദിച്ചാൽ 307. അത് അന്ന് പിടിച്ചെടുത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്നത്തെ മഹാരാഷ്ട്രയിലെ ദേവഗിരി എന്നൊരു സ്ഥലം കേട്ടാ. 1307 കേട്ടാ ദേവഗിരി പിടിച്ചെടുത്തു. അതിനുശേഷം 1309 അലാവുദ്ദീൻ ഖിൽജി പിടിച്ചെടുത്താണ് ഇന്നത്തെ തെലങ്കാന റീജിയനിലെ വാറങ്കൽ എന്നൊരു സ്ഥലം. വാറങ്കൽ. ഈ വാറങ്കൽ എന്ന സ്ഥലം എന്തുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥലമാണ്? നമ്മുടെ ഈ കാകതീയ ഡൈനാസ്റ്റി. കാരണം നമുക്ക് ഓപ്ഷനിലുണ്ട് 309 തന്നിട്ടുണ്ട് അല്ലെ, ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1309 കേട്ടാ. ഈ കാകതീയ ഡൈനാസ്റ്റിയുടെ ഒരു പ്രദേശമാണ് ഈ വാറങ്കൽ. ഇതാണ് 1309 ആര് പിടിച്ചെടുത്തത്?
അലാവുദ്ദീൻ ഖിൽജി. അപ്പൊ അലാവുദ്ദീൻ ഖിൽജി സൗത്ത് ഇന്ത്യയിൽ പിടിച്ചെടുത്ത രണ്ട് സ്ഥലങ്ങളാണ്, ഒന്ന് ദേവഗിരി, രണ്ട് വാറങ്കൽ. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ പേരുണ്ടോ? ഇല്ല അല്ലെ? ഓപ്ഷനിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ പേരില്ല. പിന്നെ നമ്മൾ നോക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന്. യെസ്, ഈ അലാവുദ്ദീൻ ഖിൽജിക്ക് ഒരു ശക്തനായ ഒരു സൈനിക തലവൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മാലിക് കഫൂർ. ഓപ്ഷനിലുണ്ട് അല്ലേ? ഓപ്ഷൻ ഡി, മാലിക് കഫൂർ. കേട്ടാ, അലാവുദ്ദീൻ ഖിൽജിയുടെ മമാലിക് സൈനിക തലവനാണ് ആര്? ഈ മാലിക് കഫൂർ എന്ന് പറയുന്നത്. അങ്ങനെ മാലിക് കഫൂറും അലാവുദ്ദീൻ ഖിൽജിയുടെ ചേർന്നാണ് ഈ രണ്ട് സ്ഥലം പിടിച്ചെടുത്തത് 1307 309. ഓക്കെ ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസസ് വാസ് മെയ്ഡ് ദി ക്യാപിറ്റൽ ഓഫ് ദി രാഷ്ട്രകൂടാസ് ബൈ ദന്തി ദുർഗ? ദന്തി ദുർഗ, ദ ഫൗണ്ടർ ഓഫ് രാഷ്ട്രകൂട. നമ്മുടെ ഇന്ത്യ ഭരിച്ച ഒരു ഡൈനാസ്റ്റി ആണ് ആര്? ഈ രാഷ്ട്രകൂട ഡൈനാസ്റ്റി. ആ രാഷ്ട്രകൂട ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് ദന്തി ദുർഗ. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല. ചോദ്യം എന്താ? അവരുടെ ക്യാപിറ്റൽ. യെസ്, അവരുടെ ക്യാപിറ്റൽ ഓപ്ഷൻ സി മാന്യഗഡ് ആണ്. കേട്ടോ, മാന്യഗഡ് അഥവാ മാൽഗഡ് എന്നും പറയും. ഈ സ്ഥലത്തിന് മറ്റൊരു പേരാണ് മാൽഗഡ്. ഇതാണ് ആരുടെ ക്യാപിറ്റൽ? രാഷ്ട്രകൂട ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഏതാണ്? മാന്യഗഡ് അഥവാ മാൽഗഡ് എന്ന് പറയും. കേട്ടോ, ദ ക്യാപിറ്റൽ ഓഫ് രാഷ്ട്രകൂട ഡൈനാസ്റ്റി. അതിന്റെ ഫൗണ്ടർ ആണ് ആര്? ദന്തി ദുർഗ്. ഇതിനടുത്ത സ്ലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപത്ത് വാസ് ഫോർട്ട് ബിറ്റ്വീൻ ദി മറാത്ത എംപയർ ആൻഡ് ഡാഷ്. മൂന്നാം പാനിപ്പത്ത് യുദ്ധം. ഓക്കെ, സോ നമ്മള് പാനിപ്പത്ത് എന്ന് പറയുമ്പോൾ 1, 2, 3 അങ്ങനെ 3 പാനിപ്പത്ത് ഉണ്ട്. ആദ്യം നമുക്ക് വർഷം എഴുതാം. ഒന്നാം പാനിപ്പത്ത് AD 1526. രണ്ടാം പാനിപ്പത്ത് 1556. അതായത് ഒന്നാം പാനിപ്പത്ത് കഴിഞ്ഞ് 30 വർഷങ്ങൾക്ക് ശേഷം. ഏത്? രണ്ടാം പാനിപ്പത്ത്. എന്നാൽ മൂന്നാം പാനിപ്പത്ത് വരുമ്പോൾ അത് 1761 വരും. ഓക്കെ, സോ നമുക്ക് ഈ 3 പാനിപ്പത്തും ഒരു ഐഡിയയിൽ പഠിച്ചു വെക്കാം. ഓക്കെയാണ്. 1526, 1556, 1761. അതായത് 26, 56, 76. ആ 3 വർഷം ഈ ഒരു ഐഡിയയിൽ പഠിക്കാം. 26, 56, 76. അപ്പൊ 3 പാനിപ്പത്തിന്റെ വർഷം സെറ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞോട് യുദ്ധമാകുമ്പോൾ 2 കാര്യം പഠിക്കണം. എന്തൊക്കെയാ? യുദ്ധം ആരൊക്കെ തമ്മിലെന്ന് കൂടി നമ്മൾ പഠിക്കണം. സോ ഈ പാനിപ്പത്ത് ആരൊക്കെ തമ്മിലെന്ന് നോക്കാം. ഫസ്റ്റ് പാനിപ്പത്ത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? ആരാ? നമ്മുടെ ബാബറും ആര്? നമ്മുടെ ഡൽഹിയിലെ ലാസ്റ്റ് സുൽത്താനായ ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത്. നമ്മൾ നേരത്തെ കണ്ടു. രണ്ടാം പാനിപ്പത്ത് ആരൊക്കെ തമ്മിലെന്ന് അറിയോ? രണ്ടാം പാനിപ്പത്ത് നമ്മുടെ മുകളിലെ അക്ബറും ഹേമചന്ദ്ര എന്നറിയപ്പെടുന്ന ഹെമുവും തമ്മിലായിരുന്നു. അക്ബർ vs ഹെമു. അതാണ് ഏത്? രണ്ടാം പാനിപ്പത്ത്. നമ്മൾ മൂന്നാം പാനിപ്പത്തിലേക്ക് വരുമ്പോൾ മുഗൾ സല്ല ഒരു സൈഡിൽ വരുന്നത് മറാത്ത ഡൈനാസ്റ്റിയാണ്. മറാത്തയും ഓപ്ഷൻ സി നമ്മുടെ ഡുറാനി, അഫ്ഗാനിസ്ഥാനിൽ നിന്നൊരു ഡൈനാസ്റ്റി ആയിരുന്നു ഡുറാനി. അഫ്ഗാനികളായ ഡുറാനികളും മറാത്തയും തമ്മിലായിരുന്നു ഏത് യുദ്ധം? തേർഡ് പാനിപ്പത്ത്. ഏത് വർഷം? 1761. അന്ന് ഈ ഡുറാനി വംശത്തെ നയിച്ച റൂളറാണ് അഹമ്മദ് ഷാ അബ്ദാലി എന്ന് പറയുന്ന ആള്. കേട്ടാ, അഹമ്മദ് ഷാ അബ്ദാലിയാണ് അന്ന് ഈ ഡുറാനി ഡൈനാസ്റ്റി എന്ത് ചെയ്ത് അന്ന് നയിച്ചത്. കേട്ടാ, പുള്ളിയാണ് ഈ ഡൈനാസ്റ്റി അന്ന് നയിച്ചത്. ഏത് വർഷം? 1761. സോ ഇതാണ് ഫസ്റ്റ് പാനിപ്പത്ത്, സെക്കൻഡ് പാനിപ്പത്ത്, തേർഡ് പാനിപ്പത്ത്. അങ്ങനെ 3 പാനിപ്പത്ത് യുദ്ധം. 26, 56, 76. ആ ഒരു ഐഡിയയിൽ പഠിച്ചാൽ മതി കേട്ടോ. പക്ഷെ 76 വരുമ്പോൾ നടുക്കിടണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ 3 പാനിപ്പത്തിന്റെയും വർഷം എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹു among the following founded the സത്യശോധക് സമാജ് in 1873? വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഏത്? ഈ സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. കേട്ടോ, സത്യശോധക് സമാജം. ഇത് രൂപീകരിച്ച വർഷം നമുക്ക് തന്നിട്ടുണ്ട് 1873. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സംഘടനയാകുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ? ഫൗണ്ടർ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഫൗണ്ടർ തന്നെയാണ്. ഓപ്ഷൻ സി ജ്യോതിറാവു ഭൂലെ. ജ്യോതിറാവു ഭൂലെയാണ് 1873 ഈ ഒരു സംഘടന കണ്ടുപിടിച്ചത്. ഇനി എവിടെ? സ്ഥലം അതൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ സ്ഥലവും പഠിക്കണം. എവിടെയാണ്? ഇത് പൂനെയിലാണ്. പൂനെയിൽ 1873 ജ്യോതിറാവു ഭൂലെ രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏത്? സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഏത്? സത്യശോധക് സമാജ്. ഇതുപോലെ ഇതിപ്പം 1873 അല്ലേ?
നമ്മുടെ 1875 ഒരു സംഘടന ഒരാൾ രൂപീകരിച്ചിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു സംഘടന. അതാണ് ആര്യ സമാജ്. ആര്യ സമാജ് ഏത് വർഷം? 1875. ഇത് 73, 75. ആരെന്നറിയോ ആര്യ സമാജിന്റെ സ്ഥാപകൻ? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എന്ത് രൂപീകരിച്ചത്? ആര്യ സമാജം രൂപീകരിച്ചത്. ആര്യ സമാജ ഹെഡ്ക്വാർട്ടേഴ്സ് പറഞ്ഞത്, അത് മീൻസ് അന്ന് ആര്യ സമാജം എവിടെയാ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് ബോംബെയില്. നമ്മൾ നേരത്തെ ഇപ്പൊ ഇത് കണ്ട പൂനെയില്. സത്യശോധക്ക് എവിടെയായിരുന്നു? പൂനെയില്. എന്നാൽ ആര്യ സമാജം രൂപീകരിച്ചത് ബോംബെയിലാണ്. ആരാ സ്ഥാപകൻ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് രൂപീകരിച്ചത്. സോ അടുത്തടുത്ത 2 വർഷമായിട്ട് ഞാൻ ഒരുമിച്ച് പറഞ്ഞു തന്നെ. 1873 1875 2 സംഘടനകൾ. സോ ഓക്കെ, സംഘടനകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെഷൻ ഓഫ് INC ഡിഡ് ഇറ്റ് ഗെറ്റ് സ്പ്ലിറ്റ് ഇൻടു മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. സോ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ കോൺഗ്രസ് പാർട്ടി 2ആയി സ്പ്ലിറ്റ് ആയി. അതായത് മോഡറസ്റ്റ്, എക്സ്ട്രീമിസ്റ്റ് എന്ന 2 വിഭാഗങ്ങൾ. മോഡറസ്റ്റ് പറഞ്ഞാൽ മിതവാദികൾ, വളരെ സമാധാനപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് മോഡറസ്റ്റ്. എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? തീവ്രവാദികൾ, അല്ലെ, തീവ്രവാദ സ്വഭാവങ്ങളുള്ളത്. അങ്ങനെ കോൺഗ്രസ് 2ആയി സ്പ്ലിറ്റ് ആയി. എവിടെ വെച്ച്? സൂരറ്റിൽ വെച്ച്. സൂരറ്റ് സെഷൻ ഏത് വർഷം? 1907. സോ വർഷം നോട്ട് ചെയ്യുക, ചോദിക്കും. ഏത് വർഷവും ചോദിക്കാം. 1907 സൂരറ്റ് സെഷനിൽ വെച്ചാണ്. അന്ന് ഈ സെഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് റാഷ് ബിഹാരി ഘോഷ്. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു അന്ന് സൂരറ്റ് സെഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഈ സെഷനിൽ വെച്ച് സംഘടന 2ആയി പിളർന്നു. ഏതൊക്കെ? മോഡറസ്റ്റും എക്സ്ട്രീമിസ്റ്റും. ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആരാണ് ഈ വിഭാഗങ്ങളെ അന്ന് നയിച്ചെന്ന് ചോദിക്കും. മോഡറസ്റ്റിനെ അന്ന് നയിച്ചത് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു എന്ത് ലീഡ് ചെയ്ത? മോഡസ്റ്റ് വിഭാഗത്തെ ലീഡ് ചെയ്ത. എന്നാൽ എക്സ്ട്രീമിസ്റ്റ് വിഭാഗത്തെ ലീഡ് ചെയ്തത് 3 പേരാ. ആരൊക്കെയെന്നറിയോ? ലാല്, ബാല്, പാല്. അത് ആരൊക്കെയാണ്? ലാൽ, ബാൽ, പാൽ. ആരാ ലാല്? ലാൽ ലാല ലജ്പത് റായ്. ആര്? ലാല്. ബാൽ ആരെന്നറിയോ? ബാൽ ബാല ഗംഗാധർ തിലക്. ആരാണ്? ബാലഗംഗാധർ തിലക്. പാല് ആരെന്നറിയോ? പാൽ ബിപിൻ ചന്ദ്ര പാൽ. ആരാണ്? ബിപിൻ ചന്ദ്ര പാൽ. അങ്ങനെ 3 പേര്, ലാൽ, ബാൽ, പാൽ. ആര്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്ര പാൽ. അങ്ങനെ 3 പേരാണ് എന്തിനെ നയിച്ചത്? എക്സ്ട്രീമിസ്റ്റ് വിഭാഗത്തെ നയിച്ചത് കേട്ടാ. മോഡറസ്റ്റ് ആണെങ്കിലോ ഗോപാലകൃഷ്ണ ഗോഖലെ. ഏത് വർഷം? 1907. അപ്പൊ ആ സെഷൻ, ഏത് സെഷൻ? സൂരറ്റ് സെഷൻ. ആരാ പ്രസിഡന്റ്? റാഷ് ബിഹാരി ഘോഷാണ്. ഓക്കെ, ഇതിനടുത്ത സ്ലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഹൂ among the following established the ഗിൽജി ഡൈനാസ്റ്റി? ഓക്കെ, നമ്മുടെ ഡൽഹി സുൽത്താനേറ്റില് മൊത്തമായി 5 ഡൈനാസ്റ്റിയാണ് നമുക്ക് പറഞ്ഞത്. അല്ലെ, ഏതൊക്കെ? ഫസ്റ്റ് സ്ലേവ് ഡൈനാസ്റ്റി, അല്ലെ, ഏതാണ്? സ്ലേവ്. രണ്ടാമത്തത് ഏതാ? രണ്ടാമത്തത് ഗിൽജി ഡൈനാസ്റ്റി. മൂന്നാമത്തത് തുഗ്ലക് ഡൈനാസ്റ്റി. ഫോർത്ത് വൺ സെയ്ദ് ഡൈനാസ്റ്റി. 5ാമത്തത് ലോധി. ഇങ്ങനെ 5 വംശങ്ങളാണ് ഡൽഹി ഭരിച്ചത്. നമ്മൾ ഈ 5 വംശത്തിന്റെയും സ്ഥാപകന്മാരെ പഠിച്ചു വെക്കണം. കണ്ട ഈ ക്വസ്റ്റ്യൻ കണ്ട, ഗിൽജിയുടെ സ്ഥാപകൻ ആരെന്ന്? സോ ഗിൽജിയുടെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജിയാണ്. ജലാലുദ്ദീൻ ഖിൽജിയാണ് ഏത് വംശത്തിന്റെ സ്ഥാപകൻ? ഖിൽജി വംശത്തിന്റെ സ്ഥാപകൻ. ഇനി അതുപോലെ നമ്മൾ സ്ലേവ് ആരാ? നമ്മുടെ കുത്തുബുദ്ദീൻ, അല്ലെ, നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക് ആണ് ഏത് വംശത്തിന്റെ സ്ഥാപകൻ? അടിമ വംശത്തിന്റെ, സ്ലേവ് ഡൈനാസ്റ്റി, അല്ലെ. ഖിൽജി ആണെങ്കിൽ ആരാ? ജലാലുദ്ദീൻ ഖിൽജി. തുഗ്ലക്ക് ആണെങ്കിൽ ആരാണ്? തുഗ്ലക്ക് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ആണ്, അല്ലെ. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ആണ് തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ. സെയ്ദ് ഡൈനാസ്റ്റി ആണെങ്കിലോ സെയ്ദ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ഖിസർ ഖാൻ ആണ്. ആരാണ്? ഖിസർ ഖാൻ. ലോധി ആണെങ്കിലോ ബഹലൂൽ ലോധി, അല്ലെ. സോ നമ്മൾ ഈ 5 വംശം, കാരണം ഇതാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞത്, ഡൽഹി ഭരിച്ച 5 മുസ്ലിം വംശങ്ങൾ. സോ ഈ 5ന്റെയും നമ്മൾ ഫൗണ്ടേഴ്സ് കൃത്യമായി പഠിക്കണം. സോ സ്ലേവ് വരുമ്പോ കുത്തുബുദ്ദീൻ ഐബക്ക്, തുഗ്ലക്ക് വരുമ്പോ, ഖിൽജി വരുമ്പോ ഏത് ഖിൽജി? ജലാലുദ്ദീൻ ഖിൽജി. തുഗ്ലക്കിലാണെങ്കിൽ ഗിയാസുദ്ദീൻ. ദെൻ സെയ്ദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ഖിസർ ഖാൻ. ലോധിയിൽ വരുമ്പോ ബഹലൂൽ
ലോധി. ബഹ്ലൂൽ ലോധിയാണ് ലോധി വംശത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യമാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ എമംഗ് ദ ഫോളോയിങ് സുൽത്താൻ ഓഫ് ഡൽഹി അഡോപ്റ്റ് ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ? ബ്ലഡ് ആൻഡ് അയൺ പോളിസി അഡോപ്റ്റ് ചെയ്ത ഡൽഹി സുൽത്താൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. സോ ആരെന്നറിയോ? ഇത് വളരെ സ്ഥിരമായി ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ SSCക്കും രണ്ടു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഡൽഹി സുൽത്താനായ ഗിയാസുദ്ദീൻ ബാൽബൻ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു പോളിസിയാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ആരുടെ പോളിസിയാണ്? ബാൽബൻ, ഗിയാസുദ്ദീൻ ബാൽബന്റെ പോളിസിയാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കേട്ടോ ഈ ബ്ലഡ് ആൻഡ് അയൺ പോളിസി. നമ്മുടെ ബാൽബൻ നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിലാണ് വരുന്നത് കേട്ടോ. നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിൽ ഏറ്റവും ശക്തനായ റൂളർ ആയിരുന്ന ആര്? ഈ ഗിയാസുദ്ദീൻ ബാൽബൻ. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പോളിസിയാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് പറയുന്നത്. ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ഓക്കെ, ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് നാഷണൽ ലീഡേഴ്സ് ഫൗണ്ടഡ് ദി ഫോർവേഡ് ബ്ലോക്ക് ഇൻ ദ ഇയർ 1939? 1939 ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ആ സംഘടന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ച നാഷണൽ ലീഡർ ആരാണ്? സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് ധാരാളം എക്സാമിന് ചോദിച്ചുള്ള സംഘടനയാണ്. അത് രൂപീകരിച്ച വർഷം 1939. ഇതിന്റെ സ്ഥാപകൻ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഒരു സംഘടനയാണ് ഏത്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഏത്? ഫോർവേഡ് ബ്ലോക്ക്. ഏത് വർഷം? 1939 ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ആര് രൂപീകരിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചത്. ഏത് വർഷം? 1939 കേട്ടാ. 1939 കേട്ടാ. ആരാ സ്ഥാപകൻ? സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഏത്? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അംഗമായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഘടന ഉണ്ട് അല്ലേ, നമ്മുടെ INA, ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെ. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് 1942. 1942 INA രൂപീകരിച്ചത്. പക്ഷെ INAയുടെ ഫൗണ്ടർ ആരല്ല? സുഭാഷ് ചന്ദ്രബോസ് അല്ല. അതിന്റെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് ആണ് INAയുടെ സ്ഥാപകൻ. അതും രൂപീകരിച്ച സ്ഥലം സിംഗപ്പൂരിലാണ്. നമ്മുടെ സിംഗപ്പൂരിലാണ് INA രൂപീകരിച്ചത്. ആരാ സ്ഥാപകൻ? റാഷ് ബിഹാരി ബോസ്. പിന്നീട് നമ്മുടെ ഈ റാഷ് ബിഹാരി ബോസ് 1943 ഏത് വർഷം? 1943 42 രൂപീകരിച്ചു. 43 ഇത് ആർക്ക് കൈമാറുകയായിരുന്നു? സുഭാഷ് ചന്ദ്ര ബോസിന് കൈമാറുകയായിരുന്നു. സുഭാഷ് ചന്ദ്ര ബോസ് ലീഡ് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ സുഭാഷ് ചന്ദ്ര ബോസ് അതിന്റെ സ്ഥാപകനല്ല. സ്ഥാപകനായ ബോസ് ഏതാ? റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ആണ് ഫൗണ്ടർ എന്തിന്റെ? INA, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. ഏത് വർഷം? 1942. 43 അത് ആർക്ക് കൈമാറി? നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസിന് കൈമാറി. നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസിന്റെ വളരെ പ്രധാനപ്പെട്ട ബുക്ക് ഉണ്ട്. നമ്മുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഈ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത്. കൃത്യമായും പഠിക്കണം. കഴിഞ്ഞ NDPC എക്സാമിന് ധാരാളം ക്വസ്റ്റ്യൻസ് ആ പാറ്റേണിൽ വന്നിട്ടുണ്ടായിരുന്നു. ബുക്സ് ആൻഡ് ഓതർ. അതിൽ നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസിന്റെ ഒരു ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബുക്കിന്റെ പേരാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് കേട്ടാ. ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ബുക്കാണ്? സുഭാഷ് ചന്ദ്ര ബോസ് എഴുതിയ ഒരു ബുക്കാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ കേട്ടാ. ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ബുക്കാണ്? സുഭാഷ് ചന്ദ്ര ബോസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. സോ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ബുക്കാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക്. സോ നോട്ട് ചെയ്യുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഈ ക്വസ്റ്റ്യൻസ് കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും ഏതൊക്കെ പാറ്റേണിൽ നിന്നും എവിടെ നിന്നൊക്കെയുമാണ് നമുക്ക് NDPC എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. സോ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇതുപോലുള്ള PVQ സെഷൻസ് ചെയ്യുന്നതാണ്. ഉറപ്പായും നിങ്ങൾക്ക് ഈ വരുന്ന NDPC എക്സാമിന് ഇത് എന്ത് ചെയ്യും? യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഈ പറഞ്ഞ നമ്മൾ എപ്പോഴും എക്സാമിന് ഏറ്റവും പ്രത്യേകിച്ച് എപ്പോഴും നമുക്ക് ചോദിക്കുന്ന PVQ റിലേറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന എക്സാമിന് ഈ പറഞ്ഞ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരാ. ഓക്കെ, താങ്ക് യു.